രാഹുൽ ദാസിന് എന്തും പറയാം, അത് കുഞ്ഞ് അവനെന്തും പറയാം. രേണു സുധിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ രേണു സുധിയുടെ വീട്ടുകാര് രേണു സുധി നികിഷ്ട ജീവികൾ, വൃത്തികെട്ട ആൾക്കാര്. അങ്ങനെയാ. ഏച്ച് വെച്ചാ മുഴച്ചിരിക്കത്തില്ലെന്ന് പറഞ്ഞ് പണ്ടുള്ളവരൊരു ചൊല്ല് പറഞ്ഞിട്ടുണ്ട്. ഞാനേ ഈ കുഞ്ഞിനെ, ഈ 11 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോ ഞാൻ എങ്ങനെയാ നോക്കിന്ന് കഴിഞ്ഞ ദിവസം രേണു സുധിയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കാണാനിടയുണ്ടായി. അപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു ഓൺലൈൻ മീഡിയയ്ക്ക് കൊടുത്തൊരു ഇന്റർവ്യൂ ആണ് ഞാൻ കണ്ടത്. ഒരുമാതിരിപ്പെട്ടവരൊക്കെ കണ്ടു കാണും, രേണു സുധിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കാണുന്ന ആളുകൾക്ക് കണ്ടു കാണും ആ ഇന്റർവ്യൂ. ഞാൻ ആ ഇന്റർവ്യൂ കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഇന്റർവ്യൂ കിച്ചുവിനെ വളരെ മോശമാക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തൊരു ഇന്റർവ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. രേണുവിന് അസുഖമാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട ആളാണ് ഞാൻ. പക്ഷേ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ രേണു എന്തിനാണ്, ഇതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ ചെറുക്കൻ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്ത് ജീവിച്ചു പോട്ടെ. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങളെ മകനാണ്, 11 വയസ്സ് തൊട്ട് പൊന്നെപ്പോലെയാണ്, ചക്കരെ താഴെ വെക്കാതെയും തലയിൽ വെക്കാതെയൊക്കെയാണ് നിങ്ങൾ അവനെ വളർത്തിയെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഒരു മകൻ തെറ്റ് ചെയ്താൽ മാതാപിതാക്കൾ, എത്ര വലിയ തെറ്റാണെങ്കിൽ പോലും മാതാപിതാക്കൾ അത് പറഞ്ഞു തിരുത്തി അവനെ സ്വീകരിക്കത്തേ ഉള്ളൂ. ഒരിക്കലും അവനെ സമൂഹത്തിന് മുമ്പിൽ കുറ്റപ്പെടുത്തത്തില്ല. സ്വന്തം മകനെ പോലെയാണെന്ന് പറയുന്നത് എന്തിനാണ് രേണു? ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അവനെ ആ ഇൻ്റർവ്യൂവിൽ മൊത്തം വലിച്ചു കീറി ഒട്ടിക്കുന്ന രീതിയിലാണ് ഞാൻ കണ്ടത്. ഓക്കെ, എന്തായാലും 1-2 ക്ലിപ്പുകളൊക്കെ ഞാൻ വെച്ചുതരാം. അപ്പം രേണു സുധീനെയാണോ നിങ്ങൾ കിച്ചുവിനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഉറപ്പായിട്ടും കിച്ചുവിനെയാണ് ഈ ഒരു വിഷയത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. 100% കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ എല്ലാവരും ചാനലിന് കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പം ഇവിടെ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കിച്ചുവിൻ്റെ ഒരു പക്ഷേ രേണുവിന് കിച്ചുവിൻ്റെ വളർച്ച എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു. സ്വന്തം മകൻ വളർന്ന് പന്തലിച്ച് പോകുന്ന കണ്ടിട്ട് സഹിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് കിച്ചു ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി, അത്യാവശ്യം നല്ല രീതിയിലാണ് ഓടുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ രേണു ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ല. എന്തും ഇൻ്റർവ്യൂവിലാണെങ്കിൽ പേഴ്സണൽ ലൈഫിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാൻ എന്തുമാത്രം വിഷയങ്ങൾ, എന്തുമാത്രം കാര്യങ്ങൾ കിടക്കുവാണ്. വെറുതെ എന്തിനാണ് ഈ ഒരു ഇൻ്റർവ്യൂ ഫുള്ള് കിച്ചുവിനെയും കിച്ചുവിൻ്റെ ഫാമിലി, കൊല്ലം സുധിയുടെ ഫാമിലിയൊക്കെ സത്യം പറഞ്ഞാൽ വലിച്ചു കീറി സമൂഹത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോഴും പറയുന്നു, രേണു അസുഖവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. നിങ്ങളെ ജീവിതവുമായിട്ട് മുമ്പോട്ട് പോകുക. എന്തിനാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആ ചെറുക്കനെ ഇട്ട് കൊടുക്കുന്നത്? ഓക്കെ, എന്തായാലും ആ ഇൻ്റർവ്യൂ ഇനി രേണുവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോണ്ടന്റും ചെയ്യേണ്ടെന്ന് വിചാരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ്. അസുഖം വന്ന സമയത്തൊക്കെ അസുഖം വന്നില്ലേ എന്ന് ഓർത്ത്, കാരണം ഇനി നമ്മൾ അവരുമായിട്ടുള്ളൊരു വിഷയം അല്ലെങ്കിൽ അവരുമായിട്ടുള്ളൊരു കോണ്ടന്റ് എടുത്ത് സംസാരിച്ചുകൊണ്ട് പോകുന്നത് ശരിയല്ലെന്ന് വിചാരിച്ചിട്ട് ഞാനും ചെയ്യാതിരിക്കുവാണ്. പക്ഷേ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് 1-2 കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ചെയ്യുന്നത് എന്ന അതിൻ്റെ റീസൺ തന്നെ. എന്നാലും കിച്ചുവിനെ ഇത്രയും മോശമാക്കി, കാരണം അവൻ എങ്ങനെയെങ്കിലും ജീവിച്ചുകൂടാ. അവൻ്റെ ഈ പറഞ്ഞ പോലെ തള്ളയില്ല, തന്തയില്ല, അവൻ ഒറ്റയ്ക്ക് വേണം. അവന് ഇനി ഓരോ കാര്യങ്ങൾ, അവൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അവനിക്ക് നേടിയെടുക്കണമെങ്കിൽ അല്ലേ? അപ്പം അതൊക്കെ രേണുവിനൊന്ന് ചിന്തിച്ചൂടെ? എന്തിനാണ് വീണ്ടും വീണ്ടും അവൻ്റെ വളർച്ചയിൽ ഇങ്ങനെ അസൂയപ്പെട്ടിട്ട് എന്തിനാണ് അവനെ ചുമ്മാ സമൂഹത്തിന് മുമ്പിലേക്ക് ഇങ്ങനെ കൊത്തി തിന്നാൻ ഇട്ട് കൊടുക്കുന്നത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, എന്തായാലും ഞാൻ വീഡിയോ 1-2 ക്ലിപ്പുകളൊക്കെ വെച്ച് തരാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ഫോളോ ചെയ്യണം. ഇന്ന് വരെ എന്റെ നാക്ക് ഒരു നെഗറ്റീവ് എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ പറ്റിയോ എന്റെ വളർത്തു മകനെ പറ്റിയോ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്ക് പറയേണ്ട വന്നു. അത്ര ഞാൻ അനുഭവിച്ചു. ക്യാൻസർ ആയിട്ട് കിടന്നിട്ട് പോലും ഒരു നോക്ക് എന്നെ കാണാൻ വന്നു. വിഷമമുള്ളവരുടെ വിഷമം, ആരുടെ വിഷമം തീർക്കട്ടെ എന്ന്. ആരുടെ വിഷമോ രാഹുൽ ചോദിച്ചിട്ടില്ല. ഇന്ന് വരെ വിളിച്ചു. ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടേക്കുക. എന്തിനാണ് ഇനി ഇതിന്റെ ഇടയിൽ കമന്റ് വരട്ടെ? എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. അതിന്റെ പേര് എന്നെ തൂക്കിക്കൊല്ലുവാണെ കൊല്ലട്ടെ എന്നേ കോടതി. തൂക്കിക്കൊല്ലട്ടെ. ഇങ്ങനെ ഒരു ജീവിതത്തിനെക്കാളും നല്ലത് അത് തന്നെയാ. നിങ്ങൾ തമ്മിൽ തുറന്ന് സംസാരിക്കാനായിട്ടുള്ള എന്തിനാ മോളെ തുറന്ന് സംസാരിക്കുക? 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ? കുഞ്ഞു കൊച്ചൊന്നും അല്ലായിരുന്നല്ലോ ഒരു 17-18 വയസ്സിലൊക്കെ. ഞാൻ അനുഭവിച്ചതും അവൻ്റെ അച്ഛനും അമ്മയും ആയിട്ടുള്ള ഞാൻ അനുഭവിക്കുന്നതും കാര്യം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്ന് അന്ന് പോലും ഒരു പട്ടിണി കിട്ടട്ടില്ല ഇവന്. ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്, സുധി ഞാനും പട്ടിണി കിടന്നിട്ടുണ്ട്. പക്ഷെ ഈ കുഞ്ഞിനെ ഞങ്ങൾ പട്ടിണി കിട്ടട്ടില്ല, പിള്ളേരെ. അതൊക്കെ എന്തുകൊണ്ട് മറക്കുന്നു? എനിക്കെതിരെ വന്നിട്ട് കുറെ വ്ളോഗർമാർക്ക് ഓരോ ഇൻഫർമേഷൻ കൊടുക്കുക. ഇതൊക്കെ ഞാൻ പിന്നീടാണ് അറിയുന്നത്. അതിൽ കൂടെ എന്തെങ്കിലും പൈസ കിട്ടുമായിരിക്കും. എൻ്റെ പൊന്നു രേണു, നിങ്ങളെ കാണാൻ വന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ
സമൂഹത്തിന് മുമ്പിലേക്ക് അവനെ ഇട്ടുകൊടുക്കുന്നത്? നിങ്ങൾ 11 വയസ്സ് തൊട്ട് നിങ്ങൾ നോക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ ഒരു സ്നേഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ വിളിച്ച് സംസാരിക്കുക. അതാണ് വേണ്ടത്. എന്തിനാണ് ഇത് നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു പ്രശ്നം? എന്തൊക്കെ പറഞ്ഞാലും എൻഡ് ഓഫ് ദി ഡേ ഒരു അമ്മയും മകനുമുള്ളൊരു സ്ഥാനം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് അവൻ മകനെന്നും അവനിക്ക് നിങ്ങളെ വളർത്തിയ ഒരു വളർത്തമ്മ എന്നുള്ള രീതിയിൽ ഒരു സ്ഥാനം എപ്പോഴും എൻഡ് ഓഫ് ദി ഡേ കാണും. പക്ഷെ എന്തിനാണ് ഇങ്ങനെ സമൂഹത്തിന് മുമ്പിൽ കുത്തിവലിക്കാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്? ഒരു പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചിലപ്പോൾ രേണുവിന് ഇപ്പം കിച്ചുവിൻ്റെ വളർച്ച കണ്ടിട്ടായിരിക്കാം ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പക്ഷേ എന്തിനാണ് അവനോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അവൻ്റെ വഴിക്ക് വിടും. അവൻ ഈ കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ലോകം ഇടിഞ്ഞു വീഴാൻ പോകുന്നോ? ഇല്ലല്ലോ. നിങ്ങൾ ആക്റ്റീവായിട്ടിരുന്ന സമയത്ത് നിങ്ങൾ